വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഡെയിലി വ്ളോഗ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഓരോ ദിവസവും ഓരോ വ്ളോഗുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് ഇപ്പോൾ 10-15 ദിവസം അടുപ്പിച്ച് ചെയ്തപ്പോൾ എനിക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി സ്ഥിരം ചെയ്യാൻ. പിന്നെ ഇപ്പൊ നമ്മളിപ്പം 15 days കംപ്ലീറ്റ് ആയി. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് കാണുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോ ഞാൻ രാവിലെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാണ്. രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം രാവിലെ പള്ളിയിൽ പോയിട്ടുള്ള പരിപാടിയൊക്കെ കാണാം നിങ്ങൾക്കൊക്കെ. ഗൈസ്, അങ്ങനെ പള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടെത്തി. അപ്പം നൈസായിട്ട് ഞാൻ വരുന്ന വഴിക്ക് താടി ഒന്ന് സെറ്റ് ചെയ്ത് ഇറ്റാലിയൻ ബിയേർഡ് ആക്കാൻ നോക്കിയതാണ്. അതായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സലൂണിലുള്ള ഒരു ബാർബർ ഷോപ്പിലെ ടീം പറഞ്ഞ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് എന്തോ ഒരു ഓക്കെ കുഴപ്പമില്ല. പിന്നെ മുഖം കാണാൻ പറ്റി കുറേ നാളിന് ശേഷം. മുഖം ഇത്രയും ഇപ്പോഴാണ് മുഖമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണാൻ പറ്റുന്നത്. താടി ഇങ്ങനെ കയറി ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് കളിക്കും, 2 ദിവസം കൊണ്ട് കളിക്കും. പക്ഷെ കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ പല പല സ്റ്റൈലിൽ വരാം. ഇനിയിപ്പോൾ സെയിം സ്റ്റൈൽ കുറേ നാൾ വെച്ചോണ്ടിരിക്കുമ്പോൾ ഒരു രസമില്ല. ഇപ്പൊ ഞാൻ വെച്ച് ഒന്ന് സെറ്റ് ആക്കിയേക്കാം. എങ്ങനെയുണ്ട്? എന്തിനാണ് മടിക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എന്നെ കാണും ഉസൈൻ ബോൾട്ടിന്റെ ഉള്ളിൽ. പണ്ട് ഞങ്ങളുടെ അമ്മ മുടി വെട്ടിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും കേൾക്കാനുള്ള ശേഷി എന്റെ മോന്റെ കാണുമ്പോ ഏതാണ്ട് ഈ മുഖത്തോട്ട് നോക്കിയിട്ടാണ് ഈ പറയുന്നത്. ഇപ്പൊ എന്റെ താണി ഇറ്റാലിയൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവിടെ ഒറ്റ ഒരു കാരണമാണ് ഇറ്റാലിയൻ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്ത് അലമ്പാക്കി അവന് അത് എടി ടർക്കിഷ് ബാർബേഴ്സിന്റെ അടുത്താണ് പോയിട്ട് ഇറ്റാലിയൻ ബീഡ് ഉണ്ടാക്കാൻ പറഞ്ഞത്. നാളെ ഞാൻ എങ്ങനെ പണിക്ക് പോകുന്ന ആലോചിക്കുന്നു. അവരെന്നെ കാണുമ്പോ എന്തോ ഇവൻ ഏതാന്ന് ചോദിക്കും. എന്ത് ഇതാണോ നിങ്ങളുടെ ടെൻഷൻ? ഇവിടെ മനുഷ്യൻ രാവിലെ ഇന്ന് പള്ളിയിൽ പോയിട്ട് നല്ല പുറത്തിറങ്ങി വെയിലെല്ലാം കൊണ്ട് അവസാനം ഇവിടെ എത്തിയപ്പോ 5 മണി. അല്ലല്ല, ഞാൻ കുറച്ചേരം വെയിലൊന്നും അവിടെ പറവയിലായിരുന്നു. വെയിലടിച്ചിട്ട് എനിക്ക് തലയ്ക്ക് മുട്ടത്തലയ്ക്ക് നിനക്ക് ഇപ്പൊ ചോറ് കഴിക്കാൻ പ്ലേറ്റ് അതിനകത്ത് മുട്ടത്തലയ്ക്ക് അതൊരു വെയിലും കൂടെ അടിച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നോ എന്റെ കിളി പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങി എണീച്ച് ഫുൾ സെറ്റ് സമാധാനമുള്ള ഒരു ഉറക്കമാണ്. നാളെ എന്ത് ജോലിക്ക് പോയാലും പൊന്നിന്ന് പാത്രം കഴിയും. 2 ദിവസം വീട്ടിൽ സാറ്റർഡേ സൺഡേ ഉണ്ടായിട്ട് ഒരു പണി ചെയ്തിട്ടില്ല. ഞാൻ വെള്ളിയാഴ്ച വീട് തുടച്ച് തൂത്ത് എല്ലാം ചെയ്തിട്ട് ഞാൻ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് പോയത്. നീ 2 ദിവസം വീട്ടിൽ നിന്ന് എന്തോ ചെയ്തു? ഞാൻ 2 കഷ്ടപ്പെടുമായിരുന്നു. കഷ്ടപ്പെട്ട് 2 ക്ലൈന്റ് കിട്ടി. അങ്ങൊരു ഗുണം, ആകെ ഒരു ഗുണം ശനിയാറ് ഗുണം അതായിരുന്നു. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഞാൻ പുതിയ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ രാവിലെ 8 മണി മറക്കണ്ട. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 16 വ്ളോഗ്സ്. വി കംപ്ലീറ്റഡ് 16 വ്ളോഗ്സ് ബ്രോ. 16 വ്ളോഗ്സ് നമ്മൾ എടുത്തു. അപ്പം ഇനി നമ്മൾ കീപ്പ് ഓൺ, നമ്മൾ സ്ഥിരം ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇനി സ്ഥിരം ചെയ്യും കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ സ്ഥിരം ഇങ്ങനെ ചെയ്ത് ഡെയിലി എനിക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അപ്പം ലെറ്റ്സ് ഡു. ഓക്കെ, ലെറ്റ്സ് ട്രൈ, ലെറ്റ്സ് ഡു സംതിങ്. അപ്പം ഞാൻ ഈ വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അപ്പൊ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കീപ് സപ്പോർട്ടിങ്. പിന്നെ സബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നാളെ കാണാം പുതിയ വ്ളോഗുമായിട്ട്. അതുവരെയൊക്കെ എല്ലാവർക്കും പീസ്.